വെൽക്കം ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാരു. അപ്പൊ ഇതിപ്പോൾ ഉത്സവകാലമാണല്ലേ. അപ്പൊ എന്താ പറഞ്ഞു എന്നു വെച്ചാൽ ഉത്സവകാലമാണ്. നമുക്ക് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഇവിടെ ബാംഗ്ലൂരാണെങ്കിലും ഒക്കെ ഉത്സവകാലമാട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ബേസിക് കളേഴ്സ് ഉണ്ട്. ആ ബേസിക് കളേഴ്സ് നമുക്ക് പരിചയപ്പെടാം. എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതൊരു ബേസ് കളറാണ്. നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കളറാണ് ഇത്. ബേജ് അല്ലെങ്കിൽ ക്രീം എന്നൊക്കെ പറയും അല്ലെ. ഫസ്റ്റ് ബേസിക് ആയിട്ട് വരുന്ന ഒരു തിങ് ആണ് കേട്ടോ ഇതൊരു അണ്ടർ സ്കേർട്ട് ആണ്. അണ്ടർ സ്കേർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കയ്യിൽ ഉണ്ടാവും തന്നെ കരുതുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇതൊരു ബേജ് സാരി, ബേജ് സ്കേർട്ട്, ബേജ് ഈവൻ ലോങ് ഡ്രസ്സിന്റെ കൂടെ പോകുന്ന ഒരു പീസാണിത്. ഇത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഷേപ്പും നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും. ഓക്കെ, ദെൻ ഇതൊരു ബേജ് ടൈപ്പ് ഓഫ് ഡ്രസ്സുകളുടെ കൂടെ ഈവൻ സാരി സെറ്റ് എല്ലാത്തിൻ്റെ കൂടെ പോകും. അതിൻ്റെ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് പിന്നെ വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഫിനിഷായി. നമ്മുടെ സാരിയുടെ അടിഭാഗത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഫിനിഷായി എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് സാരി ഉടുക്കുന്നതായാലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. പിന്നെ പുറമേക്ക് നമ്മളൊരു ഫിനിഷിങ്ങിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു നിഴലടിക്കുമോ അല്ലെങ്കിൽ വേറൊരു കളർ എടുത്ത് കാണിക്കുമോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അപ്പം അങ്ങനെ കുറച്ച് ഉപകാരമുള്ളൊരു കളർ പാറ്റേണിൽ വരുന്ന ഒരു ഷേപ്പ് വെയർ ആണ് ഇത് ഞാനെടുത്ത് മീഷോയിൽ നിന്നാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന്. ഇതിൻ്റെ ഷോപ്പ് അടക്കം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ഫ്ലെയർ അധികം ഒന്നുമില്ലെങ്കിലും അധികം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നാലും വളരെ വർത്തിയായിട്ടുള്ള 100 റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഷേപ്പ് വെയർ ആണിത്. ഈ ഒരു ടൈപ്പ് സാരി ഒരു വല അല്ലെങ്കിൽ ഒരു നെറ്റ് ടൈപ്പ് ഓഫ് സാരിയാണിത്. ഇത് നിങ്ങൾക്കറിയാമല്ലോ ഇതിന്റെ മെറ്റീരിയൽ എന്തായിരിക്കുമെന്ന്. വളരെ എടുത്തു നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ അടിയിലും അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഫാബ്രിക് വരുന്ന ടൈപ്പ് ഓഫ് സെറ്റ് സാരിയുടെ അടിയിൽ നമുക്ക് ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്കേർട്ട് ആയിക്കോട്ടെ, ലോങ് ഡ്രസ്സ് ആയിക്കോട്ടെ, കോട്ടൺ ആയിക്കോട്ടെ, അത് ഈ കളറായിട്ട് ചേർന്ന് വരുന്നു നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും അപ്പോൾ അത് എല്ലാത്തിൻ്റെയും കൂടെ അങ്ങ് ചേർന്ന് പൊക്കോളൂ എന്നല്ലേ. പക്ഷെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ അതിലും ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള അണ്ടർ ഗാർമെന്റ് ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള ഈ ഒരു ഷേപ്പ് വെയർ ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇത് കോട്ടൺ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇതും അതേ ഷോപ്പിൽ നിന്ന് തന്നെ അതേ വിലയിൽ തന്നെ ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത ഒരു അണ്ടർ സ്കേർട്ടാണിത്. ഒരു ഷേപ്പ് വെയർ ആണിത്. ഇതും അതേ കളറിൽ തന്നെയാണ് അതിൻ്റെ നമ്മുടെ ആ വേസ്റ്റ് ബാൻഡ് വരുന്നതും. ഓക്കെ, ഇത് നമ്മൾ ഈ ടൈപ്പ് ഓഫ് സെറ്റ് സാരിക്ക് അത് വളരെ അനുയോജ്യമായിരിക്കും. ഇത് പ്രിന്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിന്റെ ക്ലോത്ത് വന്നിട്ട് ഒരു പ്യുവർ വൈറ്റ് കോട്ടൺ സെറ്റ് ആണ് കേട്ടോ ഇത്. ദെൻ വന്നിട്ട് ഈ കൈൻഡ് ഓഫ് സ്കേർട്ടിന് നമുക്ക് ഈ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ആ അടിപ്പാവാട എന്ന് പറയുന്ന അണ്ടർ ഗാർമെന്റ് അല്ലെങ്കിൽ അണ്ടർ സ്കേർട്ട് നമുക്ക് നിസ്സംശയം യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഒരു നെറ്റി ആയിട്ടുള്ള ഒരു വല പോലെയുള്ളൊരു സ്കേർട്ടാണിത്. അതിൻ്റെ അടിയിൽ ലൈനിങ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കൂടുതൽ ഭംഗി തരുന്നത് ഇങ്ങനെ ഒരു ടൈപ്പ് അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യായിരിക്കും. പിന്നെ വരുന്നത് ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെ വരുന്ന വൈറ്റ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സെറ്റ് ന്യൂ മോഡേൺ സെറ്റ് സാരികളുണ്ട്. അതിന് നമുക്കും അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞ സെക്കൻഡ് കൈൻഡ് ഓഫ് കളർ വരുന്ന പ്യുവർ വൈറ്റ് വരുന്ന അണ്ടർസ്കേർട്ട് നമുക്ക് ഇതിനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ആ എൻ്റെ ലുക്കിനെ തന്നെ അത് ബാധിക്കുന്നതാണ് ഒരു അണ്ടർസ്കേർട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് തിരഞ്ഞെടുത്താൽ തന്നെ. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത് മാത്രം. ഇതൊക്കെ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് ഒരുപാട് ഡ്രസ്സുകളിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഞാൻ വളരെ കൊച്ചായിരുന്നപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് ഞാനിത് പറഞ്ഞു തരുന്നത്. ഈ ഒരു വീഡിയോ കണ്ട് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതൊരു സെറ്റിന് ഏതൊരു ഡ്രസ്സിന് നമുക്ക് അണ്ടർസ്കേർട്ട് തിരഞ്ഞെടുക്കാം, ഫെസ്റ്റിവലിന് ഓണത്തിന് നമുക്ക് ഇന്ന് തിരഞ്ഞെടുക്കാം എന്നുള്ള ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ എന്നാൽ കഴിവതും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് മാത്രം എനിക്ക് ഇവിടെ നൽകിക്കൊണ്ട് ടാറ്റാ. Bye!